വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ സീരിയൽ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്ത് സീരിയൽ ലൊക്കേഷൻ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ചെറിയൊരു രസകരമായ കാഴ്ച കണ്ടത്. ഈ പ്രൊഡക്ഷൻ പോയി എല്ലാവർക്കും സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മളിവിടെ കഴിക്കുന്ന പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവന്നായിരുന്നു, ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സപ്ലൈ ഇങ്ങനെ പോകുന്നു. ഈ ചെക്കൻ ഒരു കാരണവശാലും ഒരാൾക്ക് മാത്രം ഒന്നും കൊടുക്കുന്നില്ല. ചെക്കൻ പുതിയ പയ്യനാണ്, വന്ന് പ്രൊഡക്ഷൻ്റെ പണി പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുണ്ട്, നവീൻ കോഴിക്കോട്. അതിനകത്ത് കുമ്പിടി എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ നവീൻ കോഴിക്കോട്. ഞാനോട് വിളിച്ച് ചോദിച്ചിട്ട്, മോനെ ഇവിടെ എന്നാ നീ എന്താ ആൾക്കെന്താ ഭക്ഷണം കൊടുക്കാത്തത്, എന്താ സംഭവം എന്നാ? അയാൾ ആരെന്ന് നിനക്കറിയോ? അയാൾ ആരെയൊക്കെ കുഴപ്പമൊന്നും ഞാൻ കൊടുക്കില്ല. എന്തിനാ വെറുതെ നിങ്ങളെല്ലാം പണിക്ക് നിങ്ങൾ അഭിനയിക്കണം, മറ്റേ ലേറ്റ് ചെയ്യുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. എന്താ നീ കൊടുക്കാത്തെന്താ? അയാൾ രാവിലെ പിന്നെ ടി വി വേണ്ട ഇരിക്കുകയാണ്, ഡയറക്ടറെ മോണിറ്റർ നോക്കിയിരിക്കുന്ന അയാൾ ഒരു പണിയില്ല, രാവിലെ ടി വി വേണ്ട ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ സ്ഥലത്ത് പോയി സംസാരിച്ച് ഇങ്ങനെ കാട് കയറി നിൽക്കുക. അപ്പോൾ എനിക്കാണ് ഈ സംസാരത്തിൻ്റെ അതുപോലെ തന്നെ ദാരിദ്ര്യപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള കാര്യം പുള്ളി അങ്ങ് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ദാരിദ്ര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, കമ്മിറ്റിക്കാരെ ആൾ വന്നിട്ട് പറഞ്ഞു, റാഫി നിങ്ങൾ കാര്യം നമ്മളിവിടെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി പാട്ടൊക്കെ റെഡിയാണ്, മേക്കപ്പ് എല്ലാം റെഡിയാണ്, പക്ഷേ മൃദംഗം മൃദംഗം ലൈവാണ് വായിക്കുന്നത്, മൃദംഗത്തിൻ്റെ ആൾ വന്നിട്ടില്ല. റാഫി കാര്യം 5 മിനിറ്റ് എന്തെങ്കിലും കുറിച്ച് പറയൂ. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞോളട്ടെ. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മൾ തെമ്പുറത്തിൽ അങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ കുറേ വിഷയങ്ങൾ കാട് കയറി പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അടക്കാളങ്ങനെ നോക്കൂ, അപ്പോൾ പുള്ളി കുറച്ചുകൂടെ അങ്ങനെ വീണ്ടും. അപ്പോൾ ഏട്ടാ ഒക്കെ സ്റ്റോക്കൊക്കെ തീർന്ന് ഞാൻ ഒന്നും പറയാനില്ല, എല്ലാ ജനിച്ച മുതലേക്ക് ഇതുവരെയുള്ള ഈ 45-42 വയസ്സിൻ്റെ അടുത്ത് അതുവരെയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇതൊന്നും പറയില്ല. അപ്പോൾ പുള്ളി വീണ്ടും ഏട്ടാ എന്തിലൊക്കെ പറഞ്ഞു. അതിനോട് ലാസ്റ്റ് പുള്ളി എന്ന് പറയും, റാഫി മൃദംഗം വന്നിട്ടില്ല, പ്ലീസ് എന്തെങ്കിലും കുറച്ചുകൂടി പറയും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞുതരാം മുപ്പരടുത്ത്, ഇനി മൃദംഗം വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി, ഞാൻ എൻ്റെ പ്രസംഗം നിർത്താൻ ഞാൻ ഒറ്റ പോക്കാണ് പോയി, ഞാൻ പോട്ടെ ഇതുപോലെ.